ഇത് നവീൻ്റെ കഥ. മഞ്ഞൻ തുള്ളികൾ പൂമുട്ടിനെ പ്രണയിക്കും പോലെ, ഷാജഹാന് മുംതാസിനോടുള്ള പ്രണയം പോലെ. ഇത്രയ്ക്കൊന്നുമില്ലെങ്കിലും നമ്മുടെ ഈ നവീനുമുണ്ടൊരു പ്രണയം. ഇന്ന് ആ പ്രണയവേരിൻ്റെ ആഴമറിയുന്ന ദിവസം. ഹലോ, എന്താടാ മച്ചാനെ സംഭവം കണ്ട? എന്താ എടാ, ഓടിക്കൊണ്ടിരിക്കോടാ. ഓടുന്നാണോ? എനിക്ക് ബസ്സൊന്നും കിട്ടില്ല, ബൈക്കിൽ ജലദോഷം. അടിയാ, നിനക്കൊന്നും വരാൻ പറ്റും? ശവം ഇവൻ ഒറ്റൊരുത്തും കാലത്ത് പോയി. കഥ തുടങ്ങും മുമ്പ് ക്ലൈമാക്സോ? തിരിച്ചുപോയി. ഇതിൻ്റെ എല്ലാം തുടക്കം അവൻ്റെ ഒരു നല്ല ശീലത്തിൽ നിന്ന പത്രവായന. ദൈവമേ, ഇന്നെന്തെങ്കിലും നൊത്താ മതിയായിരുന്നു. വിശ്വകർമ്മ യുവതി നായര്, ഹിന്ദു വിധവ ലണ്ടൻ. ശരിയാവില്ല, വിധവയ. ജോലിയുള്ളവരുടെ ആലോചനകൾ ക്ഷണിക്കും. ജോലിയില്ലാത്തവർക്ക് എന്ത് പ്രശ്നം? എനിക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഈ നാട്ടുകാരുടെ ചിന്താഗതി മാറേണ്ടിയിരിക്കുന്നുണ്ടോ? വിശ്വകർമ്മ യുവതി ജോലി സാമ്പത്തികം കാര്യമാക്കുന്നില്ല. വച്ചാരെ ജോലി സാമ്പത്തികം കാര്യമാക്കുന്നില്ല. ഗുഡ് മോർണിംഗ് അച്ഛ. നോക്കിയിട്ട് എന്തായി? ഉടനെ ഉണ്ടാവുമോ കല്യാണം? എന്താ പൊന്നുമോന്റെ ഉദ്ദേശം? ഞാനേ ഒരു IT ജോലിയാണ് നോക്കുന്നത്. എങ്ങനെയുണ്ടാവും? അവന്റെ ഒരു IT. എത്ര തവണ ഞാൻ നിന്നോട് പറഞ്ഞു ഒരു ബാങ്ക് കോച്ചിങ്ങിന് ചേരാൻ. പട്ടിയുടെ വാല് കുമ്പത്തി ഇട്ട പോലെ തന്നെ. സുധേ, ഇനി ഒരു തീരുമാനം ഉണ്ടാകുന്നത് വരെ പച്ച വെള്ളം അവന് കൊടുക്കരുത്. അങ്ങനെ യുദ്ധം തീർന്നു. ഇനിയിപ്പോൾ ചായ കുടിക്കാം. പൂർത്തിയായി. തൊണ്ടയിൽ കുടുങ്ങിയ ചിപ്സ് ഇറക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. ഇന്നേ വരെ ചായ കാണാത്ത പോലെയാണ് ആ മനുഷ്യൻ. സീനായി മോനെ. എന്തായാലും ഈ ഗോളാന്നൊരു പ്രശ്നം ഞാൻ നമ്മുടെ ബഡ്ഡീസുമായി ഡിസ്കസ് ചെയ്യണ്ടേ. സീനളിയാ ബാങ്കിങ്. ബാങ്ക് വിളിക്കാനല്ല, ബാങ്കിങ്. അത് തന്നെയാണ് ഇപ്പം ഞാനും പറഞ്ഞത്. ബാങ്കിങ് എന്തായാലും സീനാണ്. ഇത് നമ്മുടെ ചാറ്റേഴ്സിൻ്റെ പണിയൊന്നുമല്ല. എൻ്റെ സൈനും നീ വെട്ടണ അരച്ചിയുടെ കാര്യങ്ങളോട് പറയണം. അളിയ പച്ചവെള്ളം പോലും വേണ്ടടാ. ഇവൻ പറഞ്ഞാലും കാര്യമുണ്ട്. ഈ ബാങ്കർ എന്ന് പറഞ്ഞാൽ വലിയ ഗുമ്മൊന്നുമില്ല. എന്താ, ശരിയല്ലേ? അതും ശരിയാ. കണ്ട വളരെ കറക്റ്റാ. ഞാൻ പറഞ്ഞില്ലേ. വീട് എന്നത് എനിക്കൊരു സ്വപ്നം മാത്രമായ സ്ഥിതിക്ക് സൈനിന്റെ പറ്റുപുസ്തകത്തിൽ അന്ത്രോസൈൻ്റെ ബേക്കറിക്ക് മുമ്പിൽ ഞങ്ങളുടെ സ്ഥിരം കലാപരിപാടിയുടെ ഇടയിൽ അളിയ സകലമാന ഐറ്റംസ് ഉണ്ടല്ലോ. ഇഫക്റ്റാണല്ലോ ഇത്. ഇങ്ങോട്ടേക്കാ പതുക്കെ പോയ പോരെ. സ്ലോ മോനെ. അളിയാ, പിടി. എടാ, ഇത് നമ്മുടെ അയ്യറുടെ ബാങ്ക് കോച്ചിങ്ങിലേക്കാണല്ലോ. അയ്യറുടെ ബാങ്ക് കോച്ചിങ് കൊള്ളാല്ലേ? അളിയ, ഞാൻ തീരുമാനിച്ചു. ഐ എം ജോയിനിങ് ഫോർ ബാങ്ക് കോച്ചിങ്. ആദ്യം നിന്റെ ഈ അളിഞ്ഞ ചിരി മാറ്റണം. ഈ ഓൾഡ് ബീസ് ട്രഡീഷണൽ ലുക്ക് മാറ്റണം. അവിടുത്തെ പെൺപിള്ളേരുടെ മനസ്സിൽ കയറി പറ്റണമെങ്കിലേ ആദ്യം അയ്യരുടെ മനസ്സിൽ കയറി പറ്റണം. മനസ്സ് അയാളെ കെട്ടിട്ട് ഞാനെന്തുണ്ടാക്കാന്? ഇതാണ് അയ്യർ. ഏത് നമ്മ പറഞ്ഞ ഐറ്റം പോയി. ഇതെവിടെ ഒപ്പിച്ചടാ? അതൊക്കെ നമ്മ ഒപ്പിക്കൂലേ? എന്തിനും ഏതിനും ഫസ്റ്റ് ഒരു ഗ്രൗണ്ട് ലെവൽ അന്വേഷണം അത്യാവശ്യമാണ്.
ഇതാ കണ്ട, ഇത് അയ്യരുടെ ബാങ്ക് കോച്ചിങ് സെന്റർ. നീ അത് ഇയാളെ പോലെ ആകണം. ഞങ്ങൾ പറഞ്ഞു തരും, അതുപോലെ അങ്ങ് ചെയ്യാം. നോക്കിക്കോ ബഡി, നിന്നെ അയാള് പൂവിട്ട് പൂജിക്കും. കേട്ടിട്ടില്ലേ? ഫസ്റ്റ് ഡേ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. അങ്ങനെ സൈന് പറഞ്ഞ പോലെ അയ്യർ സാറുടെ ക്ലാസ്സിലെ എൻ്റെ ഫസ്റ്റ് ഡേ ഞാൻ ഹരിശ്രീ കുറിക്കുന്ന ദിവസം കയറി ചെന്നതും അത്യാവശ്യം തിരക്കേടില്ലാത്ത ബാങ്ക് കളക്ഷൻസ് കണ്ടപ്പോൾ ആഹാ ഒരാശ്വാസം. അറ്റൻഷൻ പിടിച്ചു പറ്റാൻ ഞാനൊന്ന് ചുമച്ചു. പിന്നെ അവിടെ ഒരു ചിരി പടക്കമായിരുന്നു. എനിക്കൊണ്ട് കോലം കെട്ടിച്ച ദ്രോഹികളെ, എടാ അലവലാതി സൈനു, ആ ഹരീഷേ, കൊല്ലൂടാ നിന്നൊക്കെ. കേറി വന്നതും മച്ചാൻ എന്നെ നോക്കി. എന്തായാലും ക്ലാസ് ആരംഭിച്ചു. എന്റെ മോനെ, ഒന്നൊന്നര ക്ലാസ്. അപ്പോഴാണെങ്കിൽ എനിക്ക് ഫ്രണ്ട് റോയില് ഒഴിഞ്ഞ കസേരകളുടെ പിന്നിലുള്ള രഹസ്യം മനസ്സിലാവും. ഇതെന്താ ഇത്? ലീക്കുണ്ടോ? എന്താണോ ഇത്? കോൺസെൻട്രേഷൻ വേണം, ബുദ്ധി വേണം, ശ്രദ്ധ വേണം, ചിന്താശക്തി. അല്ലാതെ ആകാശത്ത് നോക്കിന്ന് എങ്ങനെയാണോ പരീക്ഷ പാസ്സാവാ? സുംബൻ. ശ്രദ്ധിക്കാൻ വന്നിട്ടോ. കോപ്പേ, എന്തൊക്കെ ആയിരുന്നു. അയാളുടെ മനസ്സിൽ കയറിപ്പിക്കണം, അയാളെ പോലെ തുണി എടുക്കണം. ആലോചിക്കുമ്പോൾ തന്നെ പേടിയാണ്. അയാളുടെ ഒരു ചിന്താശക്തി. നിന്റെ ലൈഫ് മാത്രം എന്താണ് അളിയ? കംപ്ലീറ്റ് സീനാണല്ലോ. അക്കോർഡിംഗ് ടു മീ, ദ പ്ലാൻ ഫെയിൽ ആയത് മറ്റൊന്നും കൊണ്ടല്ല. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദി സ്റ്റീരിയോടൈപ്പിക് ഇമ്പോസിഷൻ ഓഫ് ദ ക്യാരക്ടർ. സാരമില്ല, നമുക്ക് വേറൊരു പ്ലാൻ സെറ്റ് ചെയ്യാം. കൂടുതൽ ഉണ്ടാക്കല്ലേ, കാര്യങ്ങളെല്ലാം എനിക്ക് പിടികിട്ടിയുണ്ട്. അവൻ്റെ ഒരു സൈനു. യുറേക്ക! അളിയ, ഞാൻ അലക്കാനിട്ട് എന്റെ ഷഡ്ഡി ഞാൻ തപ്പി നടക്കുമായിരുന്നു. സത്യമായിട്ടും എടാ, സത്യമായിട്ടും 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 ഞാൻ പിന്നെ അവന്മാരെ വിശ്വസിച്ചതേയില്ല. പക്ഷെ നെക്സ്റ്റ് ഡേ കനവുകളിൽ ഇനി നിന്നെ കണ്ടാലോ എൻ പ്രിയതമനെ, നിൻ മുടിയഴകിൽ കണ്ടാലോ എൻ പ്രിയതമനെ. And ഈ ശുംഭൻ, താനൊക്കെ എന്തിനാണോ വന്നിരിക്കുന്നത്? ചുമന്ന ഉപ്പായിട്ട് ഇങ്ങോട്ട് വന്നോളും. ഒരു പണിയില്ലാണ്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നു. വായില് നോക്കി ശുംഭൻ. തരാട്ടോ, നിനക്ക് പുറത്തേക്ക് വരില്ലോടാ, നീ ശരിയാക്കി തരാട്ടോ. ഇതിലും ഭേദം സുനാമിക്ക് തലവെച്ച് ചാകുന്നതാണ്.
എൻ്റെ ജീവിതം ഇങ്ങനെ നശിപ്പിച്ചല്ലോ ദൈവമേ. അവൾ എന്ത് വിചാരിച്ചു കാണും? മുഖത്തേക്ക് പോലും നോക്കാൻ പറ്റാത്ത അവസ്ഥയാക്കിയാണ് ഈ പ്രാന്തൻ. ഓ ബുക്ക്. ഇതെന്താ സംഭവം? ഇത് ഞാൻ വരച്ചതല്ലല്ലോ. ഇത് എന്താടാ? ഒന്നുമില്ലേട്ടാ. കാണിക്കാനും സമ്മതിക്കില്ല. പാവം പേടിച്ചുപോയി. അപ്പോൾ അവനല്ല. ഇനിയിപ്പോൾ ഇവന്മാരെങ്ങാനാണോ? ഇവന്മാരാണ് ഫുൾ ടൈം പഠിത്തം. അപ്പം ഇവരുമല്ല. പിന്നെ മോനെ മനസ്സിൽ ലഡ്ഡു പൊട്ടി. മോനെ മനസ്സിൽ മറ്റൊരു ലഡ്ഡു പൊട്ടി. കൺഫ്യൂഷനായില്ല. ഇനിയിപ്പോൾ ഇവളാകുമോ അത് അവളാണോ? എന്തായാലും റിപ്ലൈ ചെയ്തേക്കാം. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഓക്കെ, നമുക്കൊരു ജ്യൂസ് കുടിച്ചാലോ? എങ്ങനെയുണ്ടോ? ഞാനൊരു കലക്കും മോനെ. ഐസ്ക്രീം. നമുക്കിപ്പോൾ തന്നെ പോവാം. ലോകത്തുള്ള എല്ലാ ഐസ്ക്രീം പാർലറിലും ഞാൻ നിന്നെ കൊണ്ടു. പോവാം. എന്താ? അല്ല, ഐസ്ക്രീം. പോവാം. ഇനി നടക്കുന്നതെല്ലാം ഞാൻ മറക്കാൻ ആഗ്രഹിക്കുന്ന സംഭവങ്ങൾ. എല്ലാം ഒരു മിന്നായം പോലെ മാത്രം. എടാ ദ്രോഹി, എന്തിനാണ് നീ എന്നോട് ചതിയത്? അല്ല, അപ്പോ നീ പറഞ്ഞ ടീന അല്ലേ അവൾ? എന്താ ശരിക്കും ഇനി ഇത് അവളാണോ അതോ അവനാണോ? ഒന്ന് പോയടാ മച്ചാനെ, ഇത് ലവളാണ്. ഒന്ന് പോ. ഏത്? നീ പറഞ്ഞ ലവളുടെ അടുത്തിരിക്കുന്ന കൊച്ച്, നീ പറഞ്ഞ രണ്ടാമത്തെ ലഡു. ആ അളിയ, നീ ഫോൺ നമ്പർ ചോദിക്കേ. അതും ഞാൻ ചോദിച്ചു. പക്ഷെ എനിക്ക് കിട്ടിയ ഉത്തരം 1 2 3 അങ്ങനെ 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 അങ്ങനെ. ഇങ്ങനെ ഒരു നമ്പർ എന്തായാലും ഈ ഭൂലോകത്തിലേ ഇല്ല എന്ന് മനസ്സിലാക്കിയ ഞാൻ പിന്നീട് ആ ശ്രമമേ ഉപേക്ഷിച്ചു. അവൾ ആരാണെന്നോ എന്താണെന്നോ അറിയാൻ ഞാൻ ആഗ്രഹിച്ചതേയില്ല. ദിവസങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടേയിരുന്നു. ഞങ്ങൾ പ്രണയിച്ചുകൊണ്ടേയിരുന്നു. എനിക്കവൾ ആരാണെന്നോ എന്താണെന്നോ അറിയേണ്ട ആവശ്യം പോലും ഇല്ലടാ. ഞങ്ങൾ തമ്മിൽ പങ്കുവെക്കുന്ന ആ ചിത്രങ്ങളുണ്ടല്ലോ, ഞങ്ങളുടെ ജീവിതം
സ്നേഹം, പവിത്രമായ സ്നേഹം. ഇതെന്ത് സ്നേഹമാണ് മാൻ? ഏ? ഒരു കുന്തോ മനസ്സിലാവുള്ള കംപ്ലീറ്റ് ചിത്രകലയാണുള്ള. എടാ ഞങ്ങളൊരു വാക്ക് പോലും വേണ്ടിയിട്ടില്ല. പക്ഷെ കണ്ട എല്ലാവരും കഥ പോലില്ലേ? കത്തേ എടാ ആ ചിത്രങ്ങളെല്ലാം കണ്ട ഞങ്ങളുടെ മനസ്സാടാ. മനസ്സല്ല, തേങ്ങയാണ്. എടാ നീ നീ സംഭവത്തിലേക്ക് കിടന്ന. എന്ത് സംഭവം? എടാ എടാ സൈനു എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഉദ്ദേശിക്കുന്ന പോലെ അല്ല ഇത്. ശരി പോട്ടെ, നിനക്ക് ലപ്പാണെന്നെങ്കിലും പറഞ്ഞ. ഒരു കാര്യം ചെയ്യും മാമന്റെ മോൻ. മാമൻ പറയുന്ന പോലെ ചെയ്യും. നാളെ നിന്റെ ദിവസം, വാലന്റീൻസ് ഡേ. നീ പറയണം നിന്റെ ഈ പുസ്തകത്തിലൂടെ. ദാ പിടി, നീ എഴുത്. എഴുതടാ, എഴുത്. ചിക്ക് ചിക്ക് ചാ. എഴുത്. ബില്ല് യു ബി മൈ വാലന്റീൻ. എഴുത്. ബില്ല്. കറക്റ്റ്. യു ബി മൈ വാലന്റീൻ. എഴുത്. എഴുതടാ. അത് തന്നെ മോനെ, അത് തന്നെ കറക്റ്റ്. എഴുത് എഴുത്ത്. നീ ഇല്ലേ, നീ ഒരു ഹൃദയം, ചെറിയ ഹൃദയം വരച്ച ഒരു കുന്തവും കൂടി അങ്ങ് കാച്ച്. മച്ചാനെ ഫ്രീക്ക്. അടിപൊളി, സൂപ്പർ. സോറിടാ മോനെ തകർക്കടാ. കനവുകളിൽ ഇനി നിന്നെ കണ്ടാലോ എൻ പ്രിയതമനെ, നിൻ മുടിയഴകിൽ കണ്ടാലോ എൻ പ്രിയതമനെ, കണ്ണും ചിമ്മി കാണും നേരം അനുരാഗമഴയായതോ. അങ്ങനെ നാളെ വാലന്റീൻസ് ഡേ. ആളിയാ, നമുക്കിതിനെ എങ്ങനെയെങ്കിലും പോണം. ആലോചിക്കും വേണ്ടല്ല. പക്ഷെ കളസം കീറുമല്ലോ. ഹീറോ എന്നല്ല, എന്താടാ പയ്യൻ നമ്മ സ്റ്റൈലാണ് മാൻ. ഡോൺ വറി ബഡി, ഫുൾ പ്രോഗ്രസ് അല്ലേ? അല്ലടാ. സത്യം പറഞ്ഞാൽ പേടിയണ്ടാ, അവള് മറിച്ചെന്നു പറയൂടാ. അപ്പൊ നീ പറഞ്ഞ അതൊക്കെ നമ്മ സെറ്റ് ചെയ്തിട്ടുണ്ട് മാൻ. താൻ അവിടെ ബാലരമേ കളിക്കൊടുക്കുക വായിച്ചോണ്ടിരുന്നു. അളിയാ നീ ടെൻഷൻ ആവല്ലേ, എല്ലാം ശരിയാവും. നോക്കിക്കോ, നാളെ അവൾ യെസ് പറയും. അത് കഴിഞ്ഞ് നമ്മ പോകും മോനെ വാലന്റീൻസ് പാർട്ടിക്ക്. കണ്ടാ? അപ്പൊ നീ എന്താ എഴുതിയ? ഞാൻ will you be my ഞാനല്ല അവനെ കൊണ്ട് നമ്മളോട് വാലിന്റെ പ്രണയത്തിന്റെ പാളത്തിലൂടെയുള്ള നായകന്റെ ഓട്ടം ട്രെയിൻ ഇടിക്കാതെ ദേ ഇവിടം വരെ എത്തി. ഒരു ചെറിയ തെറ്റ് തിരുത്താൻ ചെന്നാൽ ഞാൻ കണ്ട കാഴ്ച മറ്റൊന്നായിരുന്നു.
ഇവളെൻ്റെ ജീവിതത്തിലെ ഒരു പാഠമാണ്. ഒരു സ്കൂളിലും കോളേജിലും പഠിക്കാൻ കഴിയാത്ത ഏറ്റവും വലിയ പാഠം. മിസ്റ്റർ അയ്യർ, നിങ്ങളൊരു സംഭവം തന്നെ. എടാ കേറ മാറിയാ ജിനു മാറിയാ ജിനു ഓടി മാറി ഓക്കെ ആക്ഷൻ ആക്ഷൻ എവിടാ നായിക എവിടെ വണ്ടി എടുത്തോ കോൺസെൻട്രേഷൻ ചിന്താശക്തി ആകാശത്ത് നോക്കിയിട്ട്